വിശദാംശങ്ങളുമായി ചേരുകയാണ്. മഹേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്പോർട്സ് വാർത്തകളിലേക്ക് വരുമ്പോൾ രണ്ട് കുഞ്ഞു നാടുകൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു രാവാണ് കടന്നുപോയത്. ആ വാർത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? യെസ്, തീർച്ചയായും ആ വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശുഭ്മൻ ഗില്ലിന്റെ നായകത്വത്തിൽ ആദ്യത്തെ കപ്പ് ഇന്ന് വരാൻ പോവുകയാണ്. ആദ്യത്തെ പരമ്പര നേട്ടം ഇന്ന് വരാൻ പോവുകയാണ് ടെസ്റ്റിൽ. അപ്പം ഗില്ലിനൊരു കപ്പ് എന്നുള്ള ആരാധകരുടെ സ്വപ്നം പോവുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് അമൃതയോട് ഒരൊറ്റ കാര്യം വളരെ പെട്ടെന്ന് ചോദിക്കാനുണ്ട്. അമൃത, ഈ കേപ്പ് വെർദെ ഫറോ അജിനാമോട്ടോ ഇതെന്താണെന്ന് അറിയാമോ? ഇല്ല. അത് ഇന്നത്തെ കായിക വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കേപ്പ് വെർദെ എന്ന് പറയുന്ന ഫുട്ബോൾ ലോകത്തെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അജിനാമോട്ടോ എന്ന് പറയുന്നത് ഇന്ന് ബ്രസീലും ജപ്പാനും തമ്മിൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ പേരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കായിക വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിനരികെയാണ്. 9 വിക്കറ്റ് കയ്യിലിരിക്കെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യക്ക് കേവലം 58 റൺസ് മാത്രം മതി. രണ്ടാം ഇന്നിങ്സിൽ ഫോളോ ഓൺ ചെയ്ത് വിൻഡീസ് 390 പുറത്തായിരുന്നു. ജോൺ ക്യാമ്പലും ഷെയ് ഹോബ്സും സെഞ്ചുറി നേടിയിരുന്നു. ജസ്റ്റിൻ ഗ്രീവ്സും ജെയ്ഡൻ ഹീൽസും അവസാന വിക്കറ്റിൽ 79 റൺസാണ് നേടിയത്. കുൽദീപ് യാദവും ബുംറയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. KL രാഹുലും സായ് സുദർശനുമാണ് നിലവിൽ ക്രീസിലുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് പരമ്പര എന്നുള്ളത് ശുഭ്മൻ ഗില്ലിന്റെ നായകത്വത്തിൽ നാട്ടിൽ സ്വന്തം തട്ടകത്തിൽ നേടുന്ന ആദ്യത്തെ പരമ്പര എന്നുള്ളൊരു സ്വപ്നം കൂടിയാണ്. അപ്പോൾ അത് അധികം വൈകാതെ, ഒരു പക്ഷേ ആദ്യത്തെ ചായക്ക് പിരിയുന്നതിന് മുൻപ്, ഉച്ചഭക്ഷണത്തിന് മുൻപായി തന്നെ ആ റിസൾട്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 58 റൺസ് മതിയല്ലോ. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ പിന്നെ കാത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിനാണ്. ഈ പരമ്പരയിലൂടെ ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ ഏകദിന നായകനായി അരങ്ങേറ്റം കുറിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത ഏകദിന ലോകകപ്പാണ് പ്രധാന ലക്ഷ്യമെന്ന് ശുഭ്മൻ ഗിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര സ്വന്തമാക്കുക എന്നാൽ വലിയ വെല്ലുവിളിയാണ്. സുനിൽ ഗവാസ്കർ, MS ധോണി, വിരാട് കോഹ്ലി എന്നീ നായകന്മാർക്ക് മാത്രമാണ് ആ കടമ്പ കടക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങളുമായാണ് ശുഭ്മൻ ഗില്ലും സംഘവും കങ്കാരുവേട്ടയ്ക്ക് തയ്യാറെടുക്കുന്നത്. നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ശുഭ്മൻ ഗിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. തന്റെ പ്രധാന ലക്ഷ്യം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ലോകകപ്പ് നേടുകയാണ്. അതിനു മുന്നേ നടക്കുന്ന 20 ഏകദിനങ്ങളും ജയിച്ച് ടീമിനെ പൂർണ്ണ സജ്ജമാക്കും. ഇന്ത്യക്കിത് മികച്ച സീസണാകുമെന്നും ശുഭ്മൻ ഗിൽ വ്യക്തമാക്കി. ടെസ്റ്റ് ഫോമാറ്റിൽ മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗില്ലിന് അതാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പരിചയസമ്പന്നരായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സാന്നിധ്യം ഗില്ലിന് ഗുണകരമാകും. ഈ മാസം 19-നാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. 23-നും 25-നുമാണ് മറ്റ് 2 മത്സരങ്ങൾ. T20 പരമ്പരയ്ക്ക് 29-ന് തുടക്കമാകും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ടെസ്റ്റ് വിജയത്തിനായാണ്. അത് വൈകാതെ ഉണ്ടാകും. അതിനുശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വനിതാ ഏകദിന ലോകകപ്പ് വളരെ സജീവമായി നടക്കുകയാണ്. ഇന്നലെ ദക്ഷിണാഫ്രിക്ക തുടർച്ചയായ 3ാം ജയം നേടി ബംഗ്ലാദേശിനെ 3 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് എടുത്തു. ഷോർമ അക്തറിൻ്റെയും ഷാർമിൻ അക്തറിൻ്റെയും അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് ബംഗ്ലാദേശ് ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. നാഹിദ അക്തർ 2 വിക്കറ്റ് വീഴ്ത്തി. 3 പന്ത് ബാക്കി നിൽക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ലക്ഷ്യം മറികടന്നത്. ക്ലോയ ട്രിയോണും മാരിസാന കാപ്പും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് ശ്രീലങ്കയെ നേരിടും. വൈകിട്ട് 3 മണിക്കാണ് മത്സരം. ഫുട്ബോളിലേക്ക് വരികയാണ്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് ഇന്നൊരു നിർണായക പോരാട്ടമുണ്ട്. ഇന്ത്യ സിംഗപ്പൂരിനെ നേരിടുകയാണ്. ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് ആ മത്സരം ആരംഭിക്കുന്നത്. ആദ്യപാദ മത്സരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സിംഗപ്പൂരിൽ അന്ന് 1-1 ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞിരുന്നു. അവസാന നിമിഷം ഇന്ത്യക്കായി റഹീം അലി ഗോൾ നേടിയതോടെയാണ് ഇന്ത്യ അന്ന് സമനില കണ്ടെത്തിയത്. അപ്പോൾ ഏഷ്യൻ കപ്പിൽ യോഗ്യതയുടെ സാധ്യതകൾ നിലനിർത്താൻ പോലും ഇന്ത്യക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ആ മത്സരത്തെ കാത്തിരിക്കുന്നത്. വൈകിട്ട് 7:30-ക്ക് ഗോവയിലാണ് ആ മത്സരം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലേക്ക് വരികയാണ്. 3.5 പതിറ്റാണ്ടിന് ശേഷം ലോകകപ്പ് ഫുട്ബോൾ മൈതാനത്ത് ഇറങ്ങുന്നത് സ്വപ്നം കാണുകയാണ് UAE. ഇന്ന് UAE സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കരുത്തരായ ഖത്തറിനെ ഇന്ന് UAE നേരിടുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം ഒരു സമനില നേടിയാൽ അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പിൽ പന്ത് തട്ടാൻ ഇറങ്ങും. 1990-ലെ ലോകകപ്പിലാണ് അവസാനമായി UAE മത്സരിക്കാൻ ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരം നമുക്ക് ഓർമ്മയുണ്ട്, ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഒമാനെ പരാജയപ്പെടുത്തിയാണ് അന്ന് ലോകകപ്പ് ഫുട്ബോളിലേക്കുള്ള സാധ്യതകൾ, യോഗ്യതയിലേക്കുള്ള സാധ്യതകൾ UAE സജീവമാക്കിയിരുന്നത്. ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 10:30-ക്കാണ് ആ മത്സരം ആരംഭിക്കുന്നത്.
ലോകകപ്പിലേക്ക് ഒരുപാട് പുതിയ രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ലോകകപ്പിൻ്റെ തൊട്ടരികെ എത്തി നിൽക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫറോ ദ്വീപിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1-2 ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് ലോകകപ്പ് യോഗ്യത സജീവമാക്കുകയാണ് ഫറോ ദ്വീപ്. യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ തുടർച്ചയായ 3ാം ജയമാണ് അവർ നേടിയിരിക്കുന്നത്. ഗ്രൂപ്പിൽ 3ാം സ്ഥാനത്താണ് നിലവിൽ ഫറോ ഉള്ളത്. ലോക റാങ്കിങ്ങിൽ 136ാമതാണ് ഈ ദ്വീപ് രാജ്യം എന്നുകൂടി ഓർക്കണം. ആദ്യമായാണ് ലോകകപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ 4 ജയം ഫറോ ദ്വീപ് സ്വന്തമാക്കുന്നത്. ഇനിയാണ് അത്ഭുതം, അവിടുത്തെ ജനസംഖ്യ കേവലം 55,000 മാത്രമാണ് എന്നുകൂടി ഓർക്കുക. മത്സരത്തിൻ്റെ 67ാം മിനിറ്റിൽ ഹനൂസ് സോറൻസിലൂടെയാണ് ഫറോ ലീഡ് നേടിയത്. ആഡം കരബാക്ക് തിരിച്ചടിച്ചു, ചെക്ക് റിപ്പബ്ലിക്കിനായിട്ട് തിരിച്ചടിച്ചു. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ മാർട്ടിൻ അക്സാർസൺ എന്ന് പറയുന്ന താരം ഫറോയ്ക്കായി വിജയ ഗോൾ നേടി. ഫറോയുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ യോഗ്യത മത്സരമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും അവിടുത്തെ ശരിയായൊരു ഫുട്ബോൾ ഗ്രൗണ്ടോ മൈതാനമോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഫറോ എന്ന് പറയുന്നത്. അംഗീകൃതമായ ഒരു ഗ്രാസ് പിച്ച് ഇല്ലാത്തതിനാൽ അവരുടെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ സ്വീഡനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫറോ ലോകകപ്പിലെത്തിയാൽ അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ യൂറോപ്പിൽ ഇന്ന് വമ്പന്മാർ വീണ്ടും കളത്തിലേക്ക് എത്തുകയാണ്. ഇറ്റലി ഇസ്രായേലിനെ നേരിടുന്നുണ്ട്. പോർച്ചുഗലിന് ഹംഗറിയാണ് എതിരാളികൾ. സ്പെയിൻ ബൾഗേറിയ മത്സരവും ഇംഗ്ലണ്ട് ലാറ്റ്വിയ മത്സരവും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി 12:15 പുലർച്ചെ 12:15 ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ആഫ്രിക്കയിലേക്ക് വരികയാണ്. ആഫ്രിക്കയിൽ നിന്ന് കരുത്തരായ ഘാന 5ാം തവണ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയിട്ടുണ്ട്. യോഗ്യതാ റൗണ്ടിൽ കൊമേറോസിനെ 1 ഗോളിന് തോൽപ്പിച്ചാണ് 2010 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായ ഘാന വീണ്ടും യോഗ്യത നേടിയിരിക്കുന്നത്. മുഹമ്മദ് കുഡൂസാണ് വിജയ ഗോൾ നേടിയത്. ആഫ്രിക്ക മേഖലയിൽ നിന്ന് യോഗ്യത നേടുന്ന 5ാമത്തെ രാജ്യമാണ് ഇവിടെ ഘാന. യോഗ്യതാ റൗണ്ടിൽ 1 കളി മാത്രമാണ് ഘാന തോറ്റിരിക്കുന്നത്. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് മറ്റൊരു പേര് കൂടി പുതുതായി ലോകകപ്പിലേക്ക് എത്തുകയാണ്. കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം. ലോകകപ്പ് കളിക്കാൻ ഇക്കുറി കേപ്പ് വെർദെയും എത്തുന്നുണ്ട്. നിർണായക മത്സരത്തിൽ ഐസ്വാറ്റ്സിനിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേപ്പ് വെർദെ തകർത്ത് ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന് പന്ത് തട്ടാൻ എത്തുന്നത്. ഡെയ്ലൻ ലിബ്രാമെൻറ്റോ, വില്ലി സെമേഡോ, സ്റ്റോപ്പിറ എന്നിവരാണ് കേപ്പ് വെർദയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. അപ്പോൾ പുതിയ പുതിയ രാജ്യങ്ങൾ വരികയാണ്, പുതിയ പുതിയ പേരുകൾ വരികയാണ് ലോകകപ്പ് ഫുട്ബോളിലേക്ക്. ഇന്നിപ്പോൾ ബ്രസീലിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരു വാർത്തയുണ്ട്. അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിക്ക് ജപ്പാനിലെ ചോഫുവിലുള്ള അജിനോമോട്ടോ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗഹൃദ മത്സരത്തിൽ 5 ഗോളുകൾക്ക് ദക്ഷിണ കൊറിയയെ ബ്രസീൽ തകർത്തിരുന്നു. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് നാളെ മത്സരമുണ്ട്. നാളെ പുലർച്ചെ പോർട്ടോറിക്കോയുമായും സൗഹൃദ മത്സരമുണ്ട്. അത് രാവിലെ 5:30ക്കാണ് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഒരു ഫുട്ബോൾ ആവശ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മീഡിയ വൺ നടത്തുന്ന സൂപ്പർ കപ്പ് പോരാട്ടം സൗദിയിലെ റിയാദിലും ജിദ്ദയിലും സൂപ്പർ കപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി കേവലം 9 ദിവസം മാത്രമാണ് ആ മത്സരം തുടങ്ങാനുള്ളത്. ജിദ്ദയിലെ മത്സരത്തിലേക്കുള്ളത് 9 ദിവസം മാത്രമാണ്. സംഘടിപ്പിച്ച ഇടങ്ങളിലെല്ലാം ജനകീയമായിരുന്നു കഴിഞ്ഞ സീസണിൽ മീഡിയ വൺ സൂപ്പർ കപ്പ്. ഇത്തവണയും കാഴ്ചക്കാർക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. ജിദ്ദയിലും റിയാദിലും 8 ടീമുകളാണ് ഇക്കുറി കളത്തിലിറങ്ങുന്നത്. അണപൊട്ടുന്ന ആവേശം, തകർപ്പൻ ടീമുകൾ, ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, എത്തിയ ഇടങ്ങളിലെല്ലാം ആവേശമാകാറുള്ള മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ സൗദിയുടെ ഏറ്റവും വലിയ 2 നഗരങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇക്കാണുന്നതാണ് ജിദ്ദ സൂപ്പർ കപ്പിന്റെ വേദി. ജിദ്ദയിലേക്ക് ആദ്യമായാണ് മീഡിയ വണ്ണിന്റെ സൂപ്പർ കപ്പ് ഒക്ടോബർ 23 എത്തുന്നത്. നയൻസ് ഫോമാറ്റിൽ 8 പ്രമുഖ ടീമുകൾ തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കും. സൗദിയിലെ തന്നെ ഫുട്ബോളിന്റെ ഈറ്റില്യമായ ജിദ്ദയിലേക്ക് എത്തുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവമാകും. ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ കൊമ്പ് കോർക്കുക സൗദിയിലെ 8 മുൻനിര ടീമുകളാണ്. ഒക്ടോബർ 24 ഫൈനൽ. റിയാദിൽ ഒക്ടോബർ 30 കിക്ക് ഓഫ്. 8 മുൻനിര ടീമുകൾ പങ്കെടുക്കുന്ന 11 മത്സരം ശക്തമായ പോരാട്ടമായി മാറും. മികച്ച സ്റ്റേഡിയത്തിനൊപ്പം സാങ്കേതിക വിദ്യകളും ഇവിടെയും ഉപയോഗിക്കും. നവംബർ 6 സെമി ഫൈനലും 7 ഫൈനലും ഒരുക്കും. ദിറാബിലെ ദുറദ് മലാബ് സ്റ്റേഡിയമാണ് ഈ വേദി. ഒരുക്കങ്ങൾ റിഫയുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാവുകയാണ്. നമുക്ക് റിയാദിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു കളി കാണാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുള്ളത്. ഗ്രൗണ്ടിൽ ഒന്നും പറയാനുള്ള കാണികൾക്കും കളിക്കാർക്കും ഒക്കെ എല്ലാവർക്കും പിന്നെ ഫാമിലിക്കടക്കം ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള റിയാദിലെ ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട്. ജിദ്ദയിലും റിയാദിലും മികച്ച താരങ്ങൾ കാഴ്ചക്കാർക്ക് മുമ്പിലേക്ക് എത്തും. താരങ്ങളെ നാട്ടിലെത്തിക്കാനും ടീമുകൾ ശ്രമത്തിലാണ്. മീഡിയ വൺ, റിയാദ്.